ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചന്ദ്രബോസിന്റെ ഫോൺ എടുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലും വിഷമത്തിലും നിൽക്കുന്ന സുസ്മിതയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. കയ്യിലുള്ള പൈസയെല്ലാം നുള്ളിപ്പെറുക്കി വെക്കുകയാണ് ശാരദാമ്മ. അതേസമയം അങ്ങോട്ടേക്ക് ശ്യാമ വന്ന് തനിക്ക് കോളേജിലേക്ക് ഫീസ് അടയ്ക്കണമെന്നും ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായെന്നും അടച്ചില്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ പേര് വരുമെന്നൊക്കെ പറയുകയാണ്. അതിന് മോളെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല, ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴേക്കും ഞാൻ തരാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അമ്മയല്ലേ ഇപ്പോൾ പൈസ എടുത്തു വെച്ചത്? അത് മോളെ, ശാരികയ്ക്ക് ഒരു സാരി വാങ്ങാമെന്ന് കരുതി ഞാൻ സ്വരുക്കൂട്ടി വെച്ച പൈസയാണ്. ഇത് കേൾക്കുന്ന ശ്യാമ ചോദിക്കുകയാണ്, എൻ്റെ അമ്മേ, വീട്ടിലിരിക്കുന്നവർക്ക് എന്തിനാ പുതിയ സാരി? ഫീസ് അടച്ചില്ലെങ്കിലേ എനിക്കാകെ നാണക്കേടാകും. ഇല്ല മോളെ, ഇതെന്താണെങ്കിലും അവൾക്ക് സാരി വാങ്ങാൻ വെച്ച പൈസയാണെന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ശാരികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോന്ന് പറയുകയാണ് ശ്യാമ. അതേസമയം ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ശാലിനി വരികയാണ്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരികേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താനും പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ലെന്നും ശാലിനി പറയുന്നു. അതേസമയം ശാരിക അങ്ങോട്ടേക്ക് വരികയാണ്. എനിക്ക് നിങ്ങൾ 3 പേരോടും ഒരുമിച്ച് സംസാരിക്കണം. അതിനുവേണ്ടിയാ ഞാൻ വരാൻ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്ക് ഇരുന്ന് സംസാരിക്കാം. നിനക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയെന്ന് ശാരദാമ്മ പറയുമ്പോൾ എങ്കില് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ശാരിക പോകാൻ ഒരുങ്ങുന്നു. നിൽക്ക് ശാരികച്ചി, നമുക്ക് സംസാരിക്കാം, ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശാലിനി ശാരദാമ്മയും ശ്യാമയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ശാരിക പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. ഈ വീടിരിക്കുന്ന സ്ഥലവും ഹോട്ടലും ഒക്കെ തന്നെ അമ്മയുടെ പേരിലാണ്. എനിക്ക് എന്റെ ഷെയർ വേണം. അത് എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. ഇത് കേൾക്കുന്ന ശാരദാമ്മയും ശ്യാമയും ശാലിനിയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ ശാരികച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ മക്കള് ഒരുമിച്ച് നിൽക്കുന്നതല്ലേ നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടം. എന്നിട്ട് ശാരികച്ചി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്റെ വാക്കുകൾ ശാരികച്ചയെ വേദനിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു തീരുമാനമെടുത്തതെങ്കിൽ ഞാൻ ശാരികച്ചയോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ശാരികച്ചിയുടെ കാല് പിടിക്കാമെന്ന് വരെ ശാലിനി പറയുമ്പോൾ ശാരിക പറയുകയാണ്, നെഞ്ചിലേക്ക് ആഴത്തിലൊരു കത്തി കയറ്റിയിട്ട് ക്ഷമ ചോദിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത്രയ്ക്കും മൂർച്ചയുള്ളതായിരുന്നു നിന്റെ വാക്കുകൾ. അത് ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല. ഞാനിപ്പോൾ പറഞ്ഞതേ എന്റെ അവസാനത്തെ തീരുമാനമാണ്. എനിക്കിതിൽ നിന്നും ഒരു ചലനവും ഉണ്ടാകില്ല. എനിക്ക് എന്റെ ഷെയർ എന്താണെങ്കിലും വേണം. അത്രയും പറഞ്ഞ് ശാരിക അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ്, നിങ്ങളാൾ കൊള്ളാലോ. നിങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലൊരു ബന്ധമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. ഒരു കോളേജ് ലെക്ചററെ ഭർത്താവായി കിട്ടുക എന്ന് വെച്ചാൽ അതെന്ത് ഭാഗ്യമാണ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ കാരണം ആ പാവം രാജീവ് സാറിനും 18 ലക്ഷത്തിന്റെ കടമുണ്ടായി. എന്തിനാ നിങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പോയി ചത്തൂടെയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ ശ്യാമയെ തല്ലാൻ ഒരുങ്ങുകയാണ്. ഒന്നും മിണ്ടാതെ ശാരിക മുറിയിൽ കയറി കതക് അടയ്ക്കുകയാണ്. ശാലിനി കതക് തുറക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ശാരിക കതക് തുറക്കുന്നില്ല. തുടർന്ന് ശാലിനിയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ചെല്ലുന്ന ശാലിനിയോട് എന്തു പറ്റിയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും വേണ്ടെന്ന് ശാലിനി ദേഷ്യത്തോടെ പറയുകയാണ്. ഞാനും കുഞ്ഞും തനിക്കൊരു ബാധ്യതയായെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് വിഷ്ണു പറയുമ്പോൾ എന്റെ ആ സമയത്തെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനോട് ക്ഷമ ചോദിക്കുന്നു. തുടർന്ന് വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്. താനൊന്ന് സമാധാനമായിട്ടിരിക്കുക, നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം കുടുംബശ്രീ വീട്ടില് ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ശാരിക. അവസാനം രണ്ടും കൽപ്പിച്ച് ശാരിക വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.